Hi, good afternoon, everyone. Am I audible? Yes, sir. Sorry, 1 second. Am I audible now? Yes, sir. Okay, not able to hear what you are saying. Okay, if there is any issue with the audio, just let me know. Okay. So today's approach session will be rather brief. It's about the paper 2 part B. And എനിക്കറിയാം ലൈക്ക് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ബേസിക്കലി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ജനറലി പേപ്പർ 2 പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ് റിലേഷൻസ് അത് പഠിക്കുക ആൻഡ് ബേസിക്കലി ആസ് മച്ച് എസ് കണ്ടന്റ് യു ഹാവ് അത് പേപ്പറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, സോ we'll try to go through some of the previous year questions and we'll see what is the general trend, okay, of questions that are being asked from each section, so that you can have a fair idea as to what to prepare. Okay, so ഞാൻ previous year questions ഒന്ന് കാണിക്കാം നിങ്ങൾ. I'm sure നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടാവും. ബട്ട് എനിവേ സിൻസ് you're starting to prepare, we'll just see. Okay, I hope this is visible right now. Okay. So the first topic is Indian foreign policy, right? And within Indian foreign policy itself, we have three subsections. One is determinants of foreign policy. Then we have second. Yes, one is determinants of foreign policy. Then we have institutions of policy making. And finally, we have, okay, there is one more section called continuity and change in Indian foreign policy. എനിക്ക് തോന്നുന്നു അത് ഇവർ ഇതിന്റെ ഈ ഫസ്റ്റ് ഡിറ്റർമിനൻസിന്റെ കൂടെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എനിവേ, സോ വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ യൂഷ്വലി ആസ്ക്ഡ് ഈ ഒരു സെക്ഷനിൽ? അതാണ് നമ്മൾ നോക്കുന്നത്. സോ യു ക്യാൻ സി എക്സ്പ്ലെയിൻ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി, എക്സ്റ്റേണൽ ഡിറ്റർമിനൻസ് ഓഫ് ഫോറിൻ പോളിസി ഓഫ് എ സ്റ്റേറ്റ്, പിന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് റിമെയിൻസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. അത് പഞ്ചശീൽ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നിന്ന് വരുന്നതാണ്. ഓക്കെ, അത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഇതിൽ വരുന്നതാണ്. പിന്നെ റോൾ ഓഫ് പബ്ലിക് ഡിപ്ലോമസി ഇൻ എൻഹാൻസ്മെന്റ് ഓഫ് ഇന്ത്യസ് ഗ്ലോബൽ സ്റ്റാൻഡിംഗ്. Yes, critically examine the major factors responsible for a turnaround in the trajectory of India's foreign policy in the post-Cold War period. So, if you can see, as far as the determinants of foreign policy is concerned, recently the questions that have been asked are mostly കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, പിന്നെ എക്സ്റ്റേണൽ ഡിറ്റർമിനൻസ് ഓഫ് എ ഫോറിൻ പോളിസി എന്തൊക്കെയാ. അപ്പോൾ ഡിറ്റർമിനൻസിൽ ബ്രോഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് ചോദിച്ചിട്ടുള്ളത്. However, we are studying it in different sections. Like geography as a determinant, history as a determinant,
അങ്ങനെ ഓരോ ആസ്പെക്ട്സ് ആയിട്ടാണ് പഠിക്കുന്നത്. സോ your study pattern will be the same. You'll be studying various determinants, geography, history, economy, space, gender, അങ്ങനത്തെ കുറേ നിഷ് ഏരിയാസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കും. പിന്നെ എക്സ്റ്റേണൽ എൻവയൺമെന്റ്, നെയ്ബർഹുഡ്, അങ്ങനത്തെ കുറേ ഡിറ്റർമിനൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. മിലിറ്ററി. സോ ഓരോ ഡിറ്റർമിനൻറ്റിനും എന്താ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കോട്ട് എന്തെങ്കിലും പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ജോഗ്രഫിയുടെ കേസിൽ നമ്മൾ മെക്കിൻഡറിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ആൽഫ്രഡ് തയ്യാർ മഹാന്റെയോ അങ്ങനെ ആരുടെയും കോട്ട് വെച്ചിട്ട്, അപ്പോൾ അല്ലെങ്കിൽ നെപ്പോളിയന്റെ കോട്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കോട്ട് വെച്ചിട്ട് ഞാൻ നിങ്ങൾ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. സോ ഐ നോട്ട് ബി ഷെയറിംഗ് എനി ന്യൂ കണ്ടന്റ് ഹിയർ ബിക്കോസ് വാട്ട് എവർ ഇസ് ടു ബി ഷെയർഡ് ഐ ഹവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ്. നൗ I know that there are people in this MAP program who have not attended my class. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ ഒരു ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യാം, containing all the value addition. So അതിൽ ഷെയർ ചെയ്യാം. Okay. By the time you start writing the revision tests, you will be able to revise that and study that and write the exam. Okay, so various quotes that you can give. It will be nice if you can start your answer with a quote. Then to have examples. Okay, അതാണ് ഈ ഒരു സെക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. ഈ സെക്കൻഡ് പേപ്പർ 2 പാർട്ട് ബിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇന്ത്യയും വേറെ കൺട്രീസുമായിട്ടുള്ള റിലേഷൻസിലെ വേരിയസ് ഏരിയാസ് ഓഫ് കോഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഇപ്പോൾ ഫാക്ട്സ് ആയിരിക്കും ഈ ഒരു പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. കൂടുതൽ ഫാക്ട് നിങ്ങൾ എഴുതുന്നു അത്രയും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. Okay, so the more content you will have. Okay, so determinants of foreign policy, then change and continuity or continuity and change. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ പീരീഡ് തൊട്ട്, അതായത് 1950s നെഹ്റുവിയൻ പോളിസി തൊട്ട് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോഡിയുടെ പോളിസി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. Okay, there is no area that is not important. So we have to study all of this. We have studied this in various ways. Evolution of Indian foreign policy എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Continuity and change, what are the aspects that changed, what are the things that are continuing, പഠിച്ചിട്ടുണ്ട്. UPSC continues to ask from these areas. Okay. പിന്നെ UPSCക്ക് ചോദിക്കാൻ പറ്റുന്ന ചില ഏരിയാസ് എന്ന് പറയുന്നത് സ്പേസ്, ജെൻഡർ, അതുപോലെ ഇപ്പോൾ ടെക്നോളജി. ഓക്കെ, ഇങ്ങനത്തെ ന്യൂ ആയിട്ടുള്ള കുറച്ച് ഫ്രോണ്ടിയർ ഏരിയാസ് ആണ് UPSC ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇനി വരുമ്പോൾ. ഓക്കെ, ക്ലൈമറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇതിലെയൊക്കെ പോളിസീസ് ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ ഇവോൾവ് ചെയ്തത്, എങ്ങനെയാണ് അത് ഇന്ത്യയുടെ ഗ്ലോബൽ സ്റ്റാൻഡിങ്ങിനെ ഷേപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ആസ്പെക്ട്സ് വിൽ ബി ക്രൂഷ്യൽ. ഓക്കെ, ദീസ് ക്യാൻ ബി ആസ്ഡ് ബിക്കോസ് ദീസ് ആർ ന്യൂ ഏരിയാസ് ദാറ്റ് UPSC has not really asked in the past. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഏരിയാസ്. Now coming to institutions of policy making, here we സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ പഠിച്ച ടോപ്പിക്സും ഏരിയാസ് ഒക്കെ തന്നെയാണ്. എന്താണ് സ്റ്റേറ്റ്സ്, അതായത് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിന്റെ റോൾ എന്താണ്, ഫെഡറൽ സ്ട്രക്ചറിന്റെ റോൾ എന്താണ്, പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, പിന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ക്യാബിനറ്റ്, പിന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, പിന്നെ പാർലമെന്റ്. ഓക്കെ, ഇങ്ങനത്തെ ബോഡീസിന്റെ റോൾ എന്താണ് ഇൻ പോളിസി മേക്കിംഗ്, അത് സ്റ്റാൻഡേർഡ് ആണ്. എല്ലാത്തിനും നമുക്ക് എന്താണ് നോട്ട്സ് ഉണ്ട്. പിന്നെ മീഡിയ, ബിസിനസ് ഗ്രൂപ്പ്സ്, ഇവരുടെ ഉണ്ട്. ഇനി നമുക്ക് നോട്ട്സ് ഉണ്ട്, അത് തന്നെ പഠിക്കുക, വേറെ എക്സ്ട്രാ ഒന്നുമില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് നോട്ട്സ്, റീച്ച് ഔട്ട് ടു മീ. ഓക്കെ, ദോസ് ഹു ഹാവ് നോട്ട് ടേക്കൺ ദ ക്ലാസ് ഹിയർ. അപ്പോൾ ഏതെങ്കിലും നോട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. ഓക്കെ, നൗ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ ഫോറിൻ പോളിസി സെക്ഷൻ. Now just one thing that I want you all to keep in mind is in paper 2 part B, the most important thing, as I already said, is to have more number of points when you write. Okay, the more number of points you can write, the more marks you will get. ഇവിടെ ഈ നമ്മുടെ കോട്ട്സും അല്ലെങ്കിൽ മറ്റേ സ്കോളേഴ്സിന്റെ ഇപ്പോൾ രാജമോഹൻ അല്ലെങ്കിൽ ഹർഷ് പന്ത്, ഹാപ്പി മോൻ ജേക്കബ്, ഇവരുടെയൊക്കെ കോട്ട്സ് എഴുതുന്നത് നല്ലതാണ്, it helps. But more importantly, your marks, I mean, you'll get marks when you write more points. Okay, so കുറേ കോട്ട്സിന്റെ പുറകെ പോവാതെ കോട്ട്സ് ഉണ്ടാവണം, ഇൻട്രൊഡക്ഷനും കൺഫ്യൂഷനും പിന്നെ കുറച്ച് അനാലിസിസ് എന്നുള്ള രീതിക്കും കോട്ട്സ് വേണം. ഓക്കെ, പക്ഷേ യുവർ ആൻസർ ഷുഡ് പ്രൈമർലി ബി യുവർ അനാലിസിസ്.
Okay, supported with the analysis of other scholars. The more number of points you have, the better. Okay. Okay. Now coming to the next portion, India and non-alignment. India non-alignment basically നിങ്ങൾക്ക് അറിയാം ഇന്ത്യയുടെ പോളിസി ഓഫ് നോൺ അലൈൻമെന്റ് എങ്ങനെ മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, വെദർ ഇറ്റ് ഇസ് നെസസറി, വാട്ട് ഇസ് ദ കണ്ടിന്യൂയിങ് റെലവൻസ് ഇൻ ദ പ്രസന്റ് വേൾഡ്. ഇതാണ് ഇന്ത്യ നോൺ അലൈൻമെന്റ്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറയുന്ന സെക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പോളിസി ഇപ്പോൾ നോൺ അലൈൻമെന്റ് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ആസ്പെക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലിങ്കേജും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഡിഫറെന്റ് സ്കോളേഴ്സിന്റെ വ്യൂ പോയിന്റ് ആണ് വെദർ നോൺ അലൈൻമെന്റ് ഇസ് റെലവെന്റ് സ്റ്റിൽ ഓർ നോട്ട് ആൻഡ് വാട്ട് ഷുഡ് ഇന്ത്യ ഡു. ഓക്കെ, ഇതിലെ പല വ്യൂ പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു പോർഷനിൽ കാണുന്നത്. അത് നിങ്ങളിൽ സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്കോളേഴ്സിന്റെ അനാലിസിസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഡു. ഓക്കെ, ഇനി coming to India and South Asia. Now, India and South Asia, although we study this topic in under the heading of each individual relation, like India, Pakistan, India, Nepal, India, Bhutan, അങ്ങനെ ഓരോന്നും പഠിക്കുകയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ UPSCയുടെ സിലബസ് വരുന്നത് വേറൊരു ഫോർമാറ്റിലാണ്. ഓക്കെ, so I'll just read out the syllabus for you because often we miss out on this aspect. And UPSC often asks questions based on that syllabus also. Okay, syllabus-ല് ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന സിലബസ് സബ് ഹെഡിങ് ആണ്. അതിൽ 4 സബ് ഹെഡിങ്സ് പിന്നെ ഉണ്ട്. റീജിയണൽ കോഓപ്പറേഷൻ, അതാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത്. സാർക്ക്, പാസ്റ്റ് പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അപ്പോൾ സാർക്ക് ആണ് ഒരു ടോപ്പിക്. ഓക്കെ, സെക്കൻഡ് ടോപ്പിക് സൗത്ത് ഏഷ്യ ആസ് എ ഫ്രീ ട്രേഡ് ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്കണോമിക് ആംഗിൾ, സാർക്ക് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന റീജിയന്റെ എക്കണോമിക് ആംഗിൾ ആണ് സെക്കൻഡ് ടോപ്പിക്. തേർഡ് ടോപ്പിക് ഇസ് ലുക്ക് ഈസ് പോളിസി. ഓക്കെ, അപ്പോൾ സാർക്ക് വന്നു, സൗത്ത് ഏഷ്യ ആസ് എ ഫ്രീ ട്രേഡ് ഏരിയ വന്നു, പിന്നെ ആസിയാൻ വന്നു. ഓക്കെ, ലുക്ക് ഈസ് പോളിസി, പിന്നെ ഇംപെഡിമെന്റ്സ് ടു റീജിയണൽ കോഓപ്പറേഷൻ. ഈ ഫോർത്ത് ടോപ്പിക്കാണ് നമ്മൾ ഈ ഓരോ ഇൻഡിവിജ്വൽ റിലേഷൻസിന്റെ ഇതിൽ നമുക്ക് ഉള്ളത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, illegal cross-border migration, ethnic conflicts, insurgencies, border disputes. So it is these areas that UPSC is focusing on primarily. So if a question is asked, often it is from these areas. Okay. So let us look at each of these subheadings of the syllabus one by one. ആദ്യം regional cooperation. അപ്പോൾ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സാർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്നാണിത്. എന്താണ് മോസ്റ്റ്ലി സാർക്കിനെ കുറിച്ചിട്ടുള്ള മേജർ അനാലിസിസ് ആണ് UPSC ചോദിക്കുക. ഒന്ന്, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി ഇഷ്യൂ ഓഫ് ലാക്ക് ഓഫ് റീജിയൻനെസ്. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ എഫക്റ്റിംഗ് സാർക്ക്. ഓക്കെ, പിന്നെ ഹൗ ക്യാൻ ഗ്രേറ്റർ കോഓപ്പറേഷൻ ബി എൻഷോർഡ് ഇൻ സാർക്ക്. ഓക്കെ, സോ അങ്ങനത്തെ ആസ്പെക്ട്സ് ആണ് ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടാവുക. സോ സൗത്ത് ഏഷ്യ ആൻഡ് സാർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് ബ്രോഡ്ലി പഠിക്കുമ്പോൾ ഇത് കവർ ആവും. ഓക്കെ, now mainly criticism ആണ് സാർക്കിന്റെ ആസ്പെക്റ്റിൽ ഉള്ളത്. And one more aspect that can be asked is how BIMSTEC is now emerging as an alternative to SARC. Okay, so that is also a question that UPSC can ask. So be prepared for that as well. UPSC had already asked in 22 mains in GS2 about how BIMSTEC is emerging as an alternative to SARC. So they can ask in this section also. Now coming to individual relations. Okay, India, Pakistan, India, Nepal, Bhutan, India, Bangladesh, India, Sri Lanka. Okay, ഇനി ഈ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഏരിയയിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഹൗ ഡസ് ക്രോസ് ബോർഡർ ടെററിസം ഇംപീഡ് ദി അച്ചീവ്മെന്റ്സ് ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി? സി, നമ്മളെ ഇംപെഡിമെന്റ്സ് ടു റീജിയണൽ കോഓപ്പറേഷനിൽ ഇല്ലീഗൽ ക്രോസ് ബോർഡർ മൈഗ്രേഷൻ, പിന്നെ ഇൻസർജൻസീസ്, ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ബോർഡർ ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ഇതിന്റെ ബേസിസിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Okay, so it's not just with respect to India, Pakistan, it is with respect to all the areas in South Asia. But cross-border terrorism mainly Pakistan ആണ്. But then there are linkages with Myanmar. Okay, there is cross-border terrorism in Myanmar also. Safe havens are being provided to certain insurgent groups in Myanmar as well as in Bangladesh, okay, which are acting against India. So then we have
arms trafficking or human trafficking across Nepal, which is again promoting terror activities. Okay, then there is drug cartels or drug groups which are present in both the west as well as the east, which are aiding terror activities. അപ്പോൾ പാകിസ്ഥാൻ ആയിട്ടുള്ള ബോർഡർ ആണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ്, ബട്ട് അതർ ആസ്പെക്ട്സ് ഓൾസോ ഹാവ് ടു ബി ഫോക്കസ്ഡ് അപ്പോൺ. ഓക്കെ, നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പോയി കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു ബോർഡർ ഇഷ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ലീഗൽ ക്രോസ് ബോർഡർ മൈഗ്രേഷൻ, എത്നിക് കോൺഫ്ലിക്ട്സ്, ഇങ്ങനത്തെ അല്ലെങ്കിൽ റിവർ ബോർഡർ ഡിസ്പ്യൂട്ട്സ്, ഇങ്ങനത്തെ ഏരിയാസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഇന്ത്യ നേപ്പാൾ, ഇന്ത്യ ഭൂട്ടാൻ എടുക്കുമ്പോൾ ഇന്ത്യ നേപ്പാൾ ഇഷ്യൂ വന്നു, മറ്റേ കാലാപാനി ഡിസ്പ്യൂട്ട് വന്നു, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു വരും. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യ ഭൂട്ടാൻ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയിൽ അത് റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആർഗ്യുമെന്റ് വന്നപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അതാണ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. UPSC ചോദ്യം ചോദിക്കുമ്പോൾ മിക്കവാറും കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും ചോദ്യം. ഓക്കെ, മിക്കവാറും കറണ്ട് അഫയേഴ്സ് ഇൻസ്പയർഡ് ആണ് പേപ്പർ 2 പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നിങ്ങളിപ്പോൾ കമ്പൈലേഷനൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ അപ്ഡേഷൻസ് വരും, ഇപ്പോൾ ലൈക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കുമ്പോൾ യു ഹാവ് ടു സീ ഹൗ ഇറ്റ് ഇസ് ലിങ്ക് ടു ദ PSR സിലബസ്. ഓക്കെ, UPSC സിലബസിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇടുക. അതിൻ്റെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സിലബസിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുക നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, എന്നിട്ട് സീ ഇഫ് ഇറ്റ്സ് എ മേജർ ഇഷ്യൂ ദാറ്റ് ക്യാൻ ബി ലിങ്ക് ടു ദ സിലബസ്. ഇഫ് ഇറ്റ് ഇസ്, ദെൻ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം UPSC ഇയർലി. ഓക്കെ, സോ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇന്ത്യ ബംഗ്ലാദേശ് നിങ്ങൾക്ക് അറിയാം, മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത് തീസ്ത, ക്രോസ് ബോർഡർ സ്മഗ്ലിംഗ്, ഇതൊക്കെയാണ്. ഇന്ത്യ ശ്രീലങ്ക നിങ്ങൾക്ക് അറിയാം, ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. നൗ ദിസ് ഇസ് ലുക്കീസ് പോളിസി. ഓക്കെ, അതിലും ഈ പറയുന്ന മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ലുക്കീസ് പോളിസിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, ആക്ട് ഈസ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ഇന്ത്യ ആക്ട് ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്, ആക്ട് ഈസ്റ്റ് പോളിസിയുടെ പ്രസന്റ് റെലവൻസ് എന്താണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. Year after year they are asking questions. Okay, so now coming to India and the global south. So with respect to India and global south, there are mainly 2 subsections. Okay, relations with Africa and Latin America. Okay, ഇത് മാറി മാറി ഓരോ കൊല്ലം ഓരോന്ന് വെച്ച് ചോദിക്കുന്നുണ്ട്. ആഫ്രിക്കയാണ് ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ഏരിയ. സോ every 2 or 3 years they're asking a question on Africa. So you can expect that question year after year. Then Latin America is also important. ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ അതും ചോദിക്കാം. ഓക്കെ, ഇനി you can see a question, the 4th question in this section. How is India pursuing her foreign policy objectives through IBSA? Okay, so if you can see that question, ഇത് നമ്മൾ ഡയറക്റ്റ്ലി നമുക്കൊരു ഏരിയയിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആസ്പെക്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്, നോട്ട് ഇൻഫാക്ട് വിത്ത് ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. ഓക്കെ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക കുറച്ചും കൂടെ ബ്രോഡറാണ്. IBSA ഇസ് പ്രൈമറിലി ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. അത് ഗ്ലോബൽ സൗത്ത് ലീഡർഷിപ്പ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് അത് വരുന്നത്. ഓക്കെ, സോ എനി ക്വസ്റ്റ്യൻ ദറ്റ് ക്യാൻ ബി ഓർ എനി ടോപ്പിക് ദറ്റ് ക്യാൻ ബി ലിങ്ക് ടു ഗ്ലോബൽ സൗത്ത് ക്യാൻ ബി ആസ്ക്ഡ് അണ്ടർ ദിസ് സെക്ഷൻ. ഓക്കെ, സോ ഇപ്പോൾ IBSA ആയാലും ബ്രിക്സ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ്റെ അടിയിൽ പ്രതീക്ഷിക്കാം, ചോദിക്കും. ഓക്കെ, other aspects are basically India's outreach programs to Africa and Latin America and what are the current prospects. Okay, so nothing much to discuss there. Then coming to NIEO and WTO negotiations. NIEO എന്ന് പറഞ്ഞാൽ New International Economic Order and WTO negotiations. This is also an important area. എല്ലാ കൊല്ലവും UPSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഈ WTO എന്നുള്ളതും ചോദിക്കാം. ഇതിപ്പോൾ WTO റിലേറ്റഡ് ആയിട്ട് അങ്ങനെ മേജർ ആയിട്ടൊന്നും ഒരു ഇവന്റ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ മിക്കവാറും അവർ ചോദിക്കുക ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡറിൽ ഇന്ത്യയുടെ റോൾ എന്താണ്, ഇന്ത്യ എങ്ങനെയാണ് ആ ഡിമാൻഡ് ലൈക്ക് പിന്നെയും കൊണ്ടുവരാൻ നോക്കുന്നത്, അങ്ങനത്തെ ആസ്പെക്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ ബ്രിക്സിന്റെ റോളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. Okay, now coming to India and the global centers of power. Now this is a very important topic. India, USA, India, EU, Japan, China, and Russia. See, UPSC has specifically given 5 countries with which, or 5 regions with which India's relations with global centers of power is being considered. Okay, there are other regions like UK, France, ഇതൊക്കെ ഉണ്ട്.
പക്ഷെ അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ UPSC അതൊന്നും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, സ്പെസിഫിക്കലി US, EU, ജപ്പാൻ, ചൈന ആൻഡ് റഷ്യ. സോ അത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാന്നുള്ളേ ഉള്ളൂ. എന്ത് കറണ്ട് ഡെവലപ്മെന്റ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായാലും UPSC ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഈവൺ ഇഫ് ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്, there is a chance that UPSC can ask. But see, we have to be prepared with even the smallest things. കാരണം ഒരു ബ്രോഡ് ക്വസ്റ്റ്യൻ എഴുതിയാലും ഈ കറണ്ട് അപ്ഡേറ്റ്സ് ഉള്ളത് നമ്മൾ എഴുതണം. ഓക്കെ, സോ സി 22 ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോപ്പറേഷൻ അഗ്രിമെന്റ് അത് ചോദിച്ചു, പെക്ക. ഓക്കെ, ബിക്കോസ് വി റീസെന്റ് സൈൻ ദാറ്റ്. പിന്നെ ബ്രോഡ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡോ US സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, പിന്നെ കറന്റ് സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ USA ആൻഡ് ഇറാൻ, ഹൗ ദാറ്റ് ഇസ് അഫക്റ്റിംഗ് ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി. സോ ഗ്ലോബൽ സെന്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് എന്തുണ്ട്, അവർക്ക് ഗ്ലോബൽ റീച്ച് ഉണ്ട്. ദേ ഹാവ് ഇൻഫ്ലുവൻസ് അക്രോസ് ദ വേൾഡ്. അപ്പോൾ ഗ്ലോബൽ ഇഷ്യൂസ് എങ്ങനെയാണ് നമ്മളുടെ റിലേഷൻസിനെ എഫക്ട് ചെയ്യുന്നത് ത്രൂ ദ റിലേഷൻ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഗ്ലോബൽ സെന്റർ ഓഫ് പവർ, ആ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ബ്രോഡ് ഏരിയ. എനിത്തിങ് ദാറ്റ് ഹാസ് ടു ഡു വിത്ത് ഇന്ത്യ ആൻഡ് US ഈവൻ റിമോട്ട്ലി ക്യാൻ ബി ആസ്ഡ്. ഓക്കെ, ഇപ്പോൾ US ചൈന റിലേഷൻസിൽ അല്ലെങ്കിൽ ഇന്ത്യ ചൈന റിലേഷൻസിൽ എങ്ങനെയാണ് ഇന്ത്യ US റിലേഷൻസ് എഫക്റ്റഡ് ആവുന്നത്, അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. KC 2016 6th question, India's growing relationship with USA in the background of constrained relations between India and China. So questions like that can be asked again. Then India EU, India Japan, India China. I see, I'm not going in detail. You understood the trend, right? See, India China question നോക്കൂ. 23 ചോദിച്ചത്, quadrilateral security dialogue performs an important role in India's strategic balancing act to withstand the dominance of China in Asia. See, again, this is a agreement that we have with other global centers of power like Japan and USA. പക്ഷെ അത് ചൈനയുടെ റിലേഷൻസ് ആയിട്ട് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ എനി വേ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ഡ്. സോ വി ഹാവ് ടു ബി റിയലി പ്രിപ്പയർഡ്. നമ്മുടെ നോട്ട്സിൽ അത്യാവശ്യം എല്ലാം ഉണ്ട്. സോ we just need to bring together different content that we have studied across the paper and use it. Okay. Yes. Now, this is a important area. Often people try to neglect because it's a static portion. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാ കൊല്ലവും UPSC ചോദിക്കുന്നുണ്ട്. Okay, see, 23, 22, 21, 20, 19. Every year there is one question. And it can be from any of the subtopics. India and UN system എന്ന് പറയുമ്പോൾ there are two subtopics mainly. Role in UN peacekeeping of India, then demand for permanent seat in Security Council. Okay, ഇത് രണ്ട് ടോപ്പിക്കാണ് UPSC പറയുന്നത്, പീസ് കീപ്പിങ്ങും സെക്യൂരിറ്റി കൗൺസിൽ. ഇത് മാറി മാറി ചോദിക്കാറുണ്ട്. ഒരു അഡീഷണൽ ടോപ്പിക് ദാറ്റ് ക്യാൻ ബി ആസ്ഡ് ഇസ് ജനറലി ഇന്ത്യയുടെ UN-ലുള്ള പെർഫോമൻസ്. ഓക്കെ, സോ അങ്ങനെ മാറി മാറി ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് യു ഹാവ് ടു ബി പ്രിപ്പയർഡ് വിത്ത് ഇന്ത്യ ആൻഡ് UN പീസ് കീപ്പിംഗ്, ഇന്ത്യ ആൻഡ് UN സെക്യൂരിറ്റി കൗൺസിൽ. എത്രയധികം പോയിന്റ്സ് കൊണ്ടുവരാൻ പറ്റും അത്രയധികം പോയിന്റ്സ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ആൻഡ് ഒബ്വിയസ്ലി ഇന്ത്യ ആൻഡ് UN ഇൻ ജനറൽ നോട്ട്സ് ഉണ്ട് നമ്മുടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ, ലൈക്ക് ഈവൺ ഇഫ് ദേ ആസ്ക്, സപ്പോസ് ദേ ആസ്ക് സം ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്, you can write. പക്ഷേ see, if you look at the previous year questions, almost every question has been asked from either of the two topics, peacekeeping അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ. ഇത് രണ്ടും പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ദി അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റഡിങ് ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റിക് പോർഷൻ. പിന്നെ ഇന്ത്യ ആൻഡ് ദ ന്യൂക്ലിയർ ക്വസ്റ്റ്യൻ. ഓക്കെ, സി ഈ ഒരു പോർഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയും PSR ഭയങ്കര സ്റ്റാറ്റിക് ആണ്, അല്ല ഭയങ്കര ഡൈനാമിക് ആണ്. പക്ഷേ ഇങ്ങനത്തെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചില പോർഷൻസ് ഉണ്ട് which from where you can directly get questions. Okay, so be prepared. In India nuclear questions, see, this is another area from where static questions are asked every year. 23, 21, 20, you can see every year there has been a question. പക്ഷേ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ് ചോദിക്കുന്നത്. ഓരോ കൊല്ലം ഓരോ ആസ്പെക്റ്റ് ആയിരിക്കും മിക്കവാറും ചോദിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇന്ത്യസ് ന്യൂക്ലിയർ പോളിസി എങ്ങനെയാണ് കൾച്ചറൽ ബിലീഫ്സും പ്രാഗ്മാറ്റിക് അപ്രോച്ച്, അതായത് ഇത് ഉദ്ദേശിക്കുന്നത് പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അപ്രോച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി അപ്രോച്ച് ഓഫ് പ്രീവിയസ് ഗവൺമെന്റ്സ്. അപ്പോൾ അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ റീസൺസ് ഫോർ നോട്ട് സൈനിങ് ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി, ഇന്ത്യസ് റോൾ ഇൻ ദി ന്യൂക്ലിയർ ഓർഡർ, ഇങ്ങനെ. അപ്പോൾ ഇതൊരു കുറച്ചൊരു ബ്രോഡ് ഏരിയ ആണ്. ന്യൂക്ലിയർ ക്വസ്റ്റിൻ്റെ അടിയിൽ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇന്ത്യ ആസ് എ ന്യൂക്ലിയർ പവർ, എങ്ങനെയാണ് ഇന്ത്യയുടെ റോള്, ഇന്ത്യ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത് ആസ് എ ന്യൂക്ലിയർ പവർ. Second, why is India not signing on to the nuclear treaties? Okay. Third, India's exemption. India has been exempted from, or India has been kept out of the nuclear regime. Okay.
അപ്പോൾ ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിൽ ഒരു ടെമ്പററി വേവർ ഉണ്ട്, പക്ഷെ ഫുള്ളി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇന്ത്യനെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? പിന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ. ഓക്കെ, ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ ആസ്പെക്റ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ആക്ച്വലി ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ നോട്ട്സിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണുള്ളത്. I will share some more content with you, okay, with respect to other aspects of the nuclear doctrine. നമ്മൾ നോ ഫസ്റ്റ് യൂസ് മാത്രമാണ് മെയിൻലി ഡിസ്കസ് ചെയ്തേക്കുന്നത്. സോ ഐ വിൽ ഷെയർ ദി അതർ ആസ്പെക്ട്സ് ഓൾസോ. മാസീവ് റിട്ടാലിയേഷൻ, അതുപോലെ മ്യൂച്വൽ അഷോർഡ് ഡിസ്ട്രക്ഷൻ, ഇങ്ങനത്തെ ആസ്പെക്ട്സ് ഉണ്ട് അതിൽ. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട്. ഐ ട്രൈ ടു ഷെയർ ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ് സോ ദാറ്റ് യു ക്യാൻ ഹാവ് മോർ കണ്ടന്റ് ആ ഒരു ആസ്പെക്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ. ഇതാണ് വേരിയസ് അഗ്രിമെന്റ്സും ഇന്ത്യയുടെ റോളും, അതും നമ്മൾ അറിഞ്ഞിരിക്കാം. Now coming to the last topic, that is recent developments in Indian foreign policy. So in this section, you know, എന്തൊക്കെയാണ് topics specifically UPSC കൊടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. അപ്പോൾ ഇപ്പോൾ ഇറാഖ് അത്ര പ്രോമിനൻ്റ് അല്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഏഷ്യ, ഗ്രോയിങ് റിലേഷൻസ് വിത്ത് US ആൻഡ് ഇസ്രയേൽ. ഓക്കെ, അതായത് ഇസ്രയേൽ പാലസ്റ്റീൻ ഇഷ്യൂ. പിന്നെ വിഷൻ ഓഫ് എ ന്യൂ വേൾഡ് ഓർഡർ. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ, ഇസ്രയേൽ പാലസ്റ്റീൻ ഇഷ്യൂ, അഫ്ഗാനിസ്ഥാൻ, ഇത് മാറി മാറി ചോദിക്കും UPSC. ഓക്കെ, സോ 23 നമ്മൾ വിചാരിച്ചു അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ. സോ ദേ ആസ്ക്ഡ്, ഓക്കെ, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇന്ത്യ ടേക്ക് ചെയ്തേക്കുന്നത് എന്തിന് ടു റീഗെയിൻ ഫുട് ഹോൾഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ? ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് വാസ് ആസ്ക്ഡ് ഫോർ 15 മാർക്കർ. വി റിയലി ഡി നോട്ട് ഹാവ് എ ലോട്ട് ഓഫ് കണ്ടന്റ്, കാരണം ദാറ്റ് ഇസ് എ വെരി സ്മോൾ ക്വസ്റ്റ്യൻ. ലൈക്ക് അതിന് ആൻസർ കുറച്ചേ ഉള്ളൂ പറയാൻ, പക്ഷേ അത് 15 മാർക്കറായിട്ടാണ് UPSC ചോദിച്ചത്. വി ഹാഡ് ടു റൈറ്റ് സംതിങ്. സോ അങ്ങനെ ചോദിക്കാം, കാരണം സിലബസിലുള്ളതായതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ ഇത്തിരിയെങ്കിലും റെലവൻസ് വന്നാലും UPSCക്ക് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ലിങ്ക് ടു ദി സിലബസ്. സിലബസ് നിങ്ങൾ ഒരു തവണ വൃത്തിക്ക് എല്ലാ ടോപ്പിക്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ ഇന്ത്യ ഇറാൻ റിലേഷൻസ്? ഓക്കെ, അവിടെ വെസ്റ്റ് ഏഷ്യ വന്നു, അപ്പോൾ ഇന്ത്യ ഇറാൻ വന്നു, അതും ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെസ്റ്റ് ഏഷ്യ ക്വാഡ്. ഓക്കെ, I2 U2നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ വന്നു ആ ഒരു കൊല്ലം, ദാറ്റ് ടു ഫ്രം 15 മാർക്ക്. സോ UPSC ക്യാൻ പുട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ. 23 അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യാസ് വിഷൻ ഓഫ് എ ന്യൂ വേൾഡ് ഓർഡർ ഇൻ ദ 21st century, ദാറ്റ് ഇസ് എ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ. സോ അവിടെയും നിങ്ങളത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഐ ഹാവ് വെൻ വി ടുക്ക് ദ ക്ലാസ് വി ഹാഡ് ഗിവൺ എ ഫുൾ പ്രോപ്പർ സെക്ഷൻ ഓൺ ഇന്ത്യ ആൻഡ് ന്യൂ വേൾഡ് ഓർഡർ. ജസ്റ്റ് റീഡ് ത്രൂ ദാറ്റ്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ത്യസ് വിഷൻ ഓഫ് എ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഓരോ ആസ്പെക്റ്റിലും ഇന്ത്യയുടെ വ്യൂ പോയിന്റ് എന്താണ്, ഇന്ത്യയുടെ വിഷൻ എന്താണ്. മൾട്ടിലാറ്ററിസം, വസുദൈവ കുടുംബകം, ഗ്ലോബൽ സൗത്ത്, പിന്നെ എന്താ ഫെയർ ആൻഡ് ഫ്രീ ഡെമോക്രാറ്റിക് വേൾഡ് ഓർഡർ, ഫ്രീഡം ഓഫ് നാവിഗേഷൻ, ഇങ്ങനത്തെ പല 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 ആസ്പെക്ട്സ് ആണ് ഇന്ത്യയുടെ ഗോൾസ് അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ വിഷൻ ഓഫ് ന്യൂ വേൾഡ് ഓർഡർ, അപ്പോൾ അത് പറയുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് അഡ്മിനിസ്ട്രേഷൻ, അതായത് പ്രൈം മിനിസ്റ്റർ മോഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ വ്യൂ പോയിന്റ് എന്താണെന്നുള്ളത് അവരുടെ കോട്ട്സ് വെച്ചിട്ടും കൂടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെലവൻസും അതിൻ്റെ ചലഞ്ചസും പിന്നെ വേ ഫോർവേഡും, ഇത് മൂന്നും എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് വെറുതെ ഡിസ്കസ് എന്ന് പറയുമ്പോൾ അത് പോയിന്റ്സ് എഴുതി മാത്രം പോകരുത്, ഈ 3 ആസ്പെക്ട്സും ഡിസ്കസ് ചെയ്യണം, കാരണം ഡിസ്കസ് ആണ്. അപ്പോൾ അതിൽ ചലഞ്ചസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ ആക്സെപ്റ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഇന്ത്യ ഈസ് സേയിങ് ഓഫ് ദ വേൾഡ് ഓർഡർ. ദർ ആർ ചലഞ്ചസ് ടു ദ ന്യൂ വേൾഡ് ഓർഡർ. I mean, India's vision of the new world order. There are things that we need to do going forward. Okay, അപ്പോൾ അതും കൂടെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. Pretty much that's it. There is a high chance that there can be a question on India-Israel in the coming year. So be prepared with that as well. We will update. The updations for the current affairs will be provided. Okay, അതിപ്പോൾ ഇല്ല, towards നെക്സ്റ്റ് ഇയർ. അതായത് നിങ്ങൾ പ്രിലിംസ് എഴുതി കഴിഞ്ഞ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുവരെ നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റാറ്റിക് പോർഷൻസ് വെച്ചിട്ട് പോവുക. ഓക്കെ, ആൻഡ് ദി വാല്യൂ അഡിഷൻ ഫോർ യുവർ കണ്ടന്റ് വിൽ ഓൾസോ ബി പ്രൊവൈഡഡ് ഇൻ ദ കമ്മിങ് 2 to 3 weeks. By then you be prepared with the portions. Okay, so pretty much that is it with respect to paper 2 part B. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Have any doubts? We can discuss that. Also, എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻ, എങ്ങനെ പോകുന്നു അഞ്ജലി, അസ്ന? How is it going? കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? Yes, sir. ഓക്കെ, ടെസ്റ്റ് ഒക്കെ എഴുതിയോ ഇതുവരെ? എഴുതുന്നുണ്ട് സർ. ഓക്കെ,
What about Asna? I've not heard much from you. ടെസ്റ്റ് ഒക്കെ പോകുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? ഇല്ല സർ, കഴിഞ്ഞ ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ അതോടെ വിട്ടോളൂ. ഇനിയിപ്പോ ഇത് പുതിയത് തുടങ്ങിയില്ലേ, നെക്സ്റ്റ് ഇത് തുടങ്ങിയില്ലേ ടെസ്റ്റ്, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഓക്കെ സർ. ആ എന്നിട്ട് സർ. ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറെ പോർഷൻ ആയി. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം എഴുതിയോ? ആ ഓക്കെ. Also reach out to your mentors. Okay, you have been assigned mentors, right? Reach out to them എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ സർ. ഓക്കെ then, thank you. താങ്ക് യു സർ.